കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാൻ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ വിശേഷത്തിന്റെ ബാക്കി വിശേഷം കേട്ടോ അപ്പൊ ഞാൻ പറയാൻ പോണേ. അങ്ങനെ നമ്മൾ കാണുന്നത് സുധി വീട്ടിലേക്ക് വരുവാണ്. ആകെപ്പാടെ തകർന്ന മനസ്സോടെ വരുന്നേ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആൻഡമാനിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10-20 ദിവസം പോയി ജോലി ചെയ്ത ആ ജോലിയും പോയി ആ പൈസ ഇത് കിട്ടിയിട്ടുമില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും, എങ്ങനെ ഉണ്ടാക്കും? അവളോട് ഇനി എന്താ പറയണ്ടേ? ജോലി പോയ കാര്യം ശ്രുതിക്ക് അറിയത്തില്ലോ. അങ്ങനെ ടെൻഷൻ അടിച്ച് വരുന്ന കഴിയുമ്പത്തേനും പെട്ടെന്ന് ചന്ദ്രമതി ചോദിച്ചു, എന്താടാ മോനെ നീ എന്താ വിഷമിച്ചു വരണേന്ന് ചോദിക്കാം. ഇല്ലമ്മേ ഒന്നുമില്ല. എന്താ കാര്യം എന്താന്ന് പറ. അല്ലമ്മേ എത്ര ദിവസം എന്ന് പറഞ്ഞാ ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞേക്കുന്നേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ജോലിയില്ലാതെ ഞാൻ തെക്ക് വടക്ക് നടന്നിട്ട് വരുന്ന വഴിയാ. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നുള്ള. അവളോടെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ആലോചിക്കാം. വേണ്ടട മോനെ, ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ശരിയാവത്തില്ല. അറിയാലോ, ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് മിക്കവാറും നിന്നോട് ദേഷ്യമൊക്കെ തോന്നും. അതുകൊണ്ട് നീ പറയണ്ട, എല്ലാം ശരിയാവുന്നേ. ഒന്നും അല്ലെങ്കിൽ നീ ഇത്രയും പഠിച്ചല്ലേ, എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് നല്ലൊരു ജോലി ശരിയാവുമെന്ന് പറയാം. എന്നാലും അമ്മേ എനിക്കറിയത്തില്ല അമ്മേ എന്ത് ചെയ്യണം എന്നുള്ളത്. അവളുടെ മുന്നിൽ ആകെപ്പാടെ നാണം കിടൂന്ന് എനിക്ക് തോന്നേ. ഇത്രയും ദിവസം കള്ളത്തര പറഞ്ഞെന്നറിഞ്ഞാല് അവൾക്ക് അത് സഹിക്കാൻ പറ്റുമോ? നീ വിഷമിക്കാതെ മോനെ, നീ ധൈര്യമായിട്ടിരിക്കുക. ഈ അമ്മയല്ലേ പറയണേ. ഇപ്പൊ നീ ഇതെങ്ങാനും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഇനി ആ പേര് പറഞ്ഞ് സച്ചിൻ ദേവതയൊക്കെ നിന്നെ കളിയാക്കും. നിനക്കറിയാലോ. അത് ശരിയാ. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യും? നീ ധൈര്യമായിട്ട് കയറിപ്പോ. ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കുക. അമ്മ ഇതെവിടെ പോവാ? ഞാൻ പുറത്തു വരെ പോവാ, കടയിൽ വരെ പോയിട്ട് പെട്ടെന്ന് വരാന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് പോവാണ്. ഈ സമയം സുധി അകത്തേക്ക് കയറിപ്പോയിരുന്ന് ആലോചിക്കുക എന്ത് ചെയ്യണം. പൈസക്ക് വേണ്ടിയിട്ട് അവള് വന്ന് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ചോദിക്കും ടിക്കറ്റ് എടുത്തില്ലേന്ന്. അപ്പൊ പ്ലെയിൻ ടിക്കറ്റിന് വേണ്ടി കുറെ പൈസയാവും. അതിന് പൈസ പോയിട്ട് 5 രൂപയുടെ എടുക്കാൻ തന്റെ കയ്യിലില്ല. പിന്നെ എങ്ങനെ എന്ത് ചെയ്യും എന്നോർത്തിരിക്കുകയാണ്. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് രവീന്ദ്രന്റെ പെൻഷൻ തുകയെ കുറിച്ച് ഓർത്തര. ഓഹോ, അപ്പൊ അച്ഛന്റെ പെൻഷൻ തുക അമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരിക്കും. അപ്പൊ അലമാരിക്കകത്ത് മിക്കാറും കാണും. ആ തുക എടുക്കാം, കൊള്ളാം, പോയി നോക്കാം എന്ന് കരുതി സുധി മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ എങ്ങും വേറെ ആരും ഇല്ലായിരുന്നു ആ വീട്ടില്. കാരണം രേവതിയാണെങ്കിലും ശ്രീകാന്താണെങ്കിലും പുറത്തു പോയിരിക്കുമായിരുന്നു. അപ്പൊ ആരും ഇല്ലാത്തതുകൊണ്ട് പറ്റിയ സമയം തന്നെ. അങ്ങനെ മുറിക്കകത്ത് കയറിയിട്ട് അലമാരി തുറന്നു നോക്കുമ്പോഴത്തേനും പൈസ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. ആ കവറിനകത്ത് വെച്ചവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പൈസ ഫുള്ള് എടുത്തു. ഇത് മതി, ഈ പൈസ മതി, തനിക്ക് ആവശ്യത്തിനുള്ള പൈസയുണ്ട്, ടിക്കറ്റ് പൈസ എടുക്കാം, ബാക്കി തന്റെ ചെലവുകൾക്ക് പോകും. അങ്ങനെ പൈസ എടുത്തോണ്ട് സുധി അങ്ങോട്ട് പോവാണ്. അവന് യാതൊരു കുറ്റബോധം ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് അച്ഛൻ ഉണ്ടാക്കിയതോ. ഒരു തവണ അച്ഛൻ ഉണ്ടാക്കിയ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. പക്ഷെങ്കിൽ ഇനിയും അതുപോലെ തന്നെ ചെയ്യുന്നൊരു കുറ്റബോധം ഒന്നും ഇല്ലാതെ സുധിയെ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. പിന്നീട് ശ്രീകാന്തും രേവതിയും കൂടെ ഡബിൾ സ്റ്റുഡിയോയിലേക്ക് വരുവാണ്. അപ്പൊ അതിന്റെ പുറത്തെത്തിയപ്പോ തന്നെ ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ വരുന്നില്ല, ചേച്ചി കയറി പൊക്കോളം പറയണം. അതെന്താ വരുന്നില്ലാത്ത? അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ വരെ വന്നിട്ട് വർഷനെ കാണാതെ പോകണ്ടെന്ന് പറയാം. അത് വേണ്ട, ശരിയാകത്തില്ല, എനിക്ക് സമയമില്ല അടുത്തെന്ന് പറയണം. അതെന്താ സമയമില്ലാത്ത? ഇത്രയും വരെ വന്നതല്ലേ? അല്ലെങ്കിൽ തന്നെ വർഷ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ വിളിച്ചപ്പം ശ്രീകാന്ത് എന്തിയെ, ശ്രീകാന്തിനെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലെന്ന്. ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് അകത്തേക്ക് അവിടെ കയറ്റിക്കൊണ്ട് പോവാ. ഈ സമയം വർഷ ഡബ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയെന്നും പറഞ്ഞു, അതെ ഇന്നൊരാള് വന്നിട്ടില്ല ഡബ് ചെയ്യാളെ. അന്നത്തെ ആ ഒരു പെൺകുട്ടിയല്ലായിരുന്നു വർഷയുടെ കൂടെ വന്നേ. അവരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് ആ വോയിസ് റെക്കോർഡ് ചെയ്തേനെന്ന് പറയണം, ഡബ് ചെയ്തേനെന്ന് പറയണം. ഇത് കേട്ടതും വർഷോട് നോക്കട്ടെ, മിക്കവാറും രേവതി ചേച്ചി ഇന്ന് വരുമായിരിക്കും എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാന്ന് പറയണം. അങ്ങനെ സൗണ്ട് എഞ്ചിനോട് അത് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് രേവതി ശ്രീകാന്തും കൂടെ വരുന്നുണ്ട്. പെട്ടെന്ന് രേവതിയെ കണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയം ശ്രീകാന്തിനെ നോക്കി ശ്രീകാന്ത് മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കുകയാണ്. ഓഹോ, അപ്പൊ തന്നോട് മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്നതാണ്. പെട്ടെന്ന് രേവതി ചോദിച്ചു, അല്ല നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ചോദിക്കും. കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. എന്നാ ബാ കഴിക്കാന്ന് പറയണം. അന്നത്തെ പോലെ തന്നെ ഞാൻ ഇന്ന് ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു പറയണം. പിന്നീട് വർഷ കൈയായിട്ട് കഴിക്കായിരുന്നു. അല്ലെ ചേച്ചി കഴിച്ചായിരുന്നോ? അതെ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം എന്ന് പറയണം. ശ്രീകാന്തിനെ വിളിച്ചപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് കഴിച്ചോളാം എന്ന് പറയാം. ഈ സമയമാണ് വർഷ പെട്ടെന്ന് ആ കാര്യം ഓർത്തെ, അയ്യോ രേവതി ചേച്ചി ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു എന്ന് പറയണേ. എന്താ? അല്ല അന്ന് വന്നു കഴിഞ്ഞപ്പോ തന്നെ ചേച്ചി ഡബ് ചെയ്തില്ലായിരുന്നോ ഒരു സീരിയലിന് വേണ്ടിയിട്ട്? അതുപോലെ ഇന്നും കൂടെ ഒന്നുകൂടെ ഡബ് ചെയ്യാന്ന് ചോദിക്കുക. ഞാനാ? അത് പിന്നെ അന്ന് അപ്രതീക്ഷിതമായിട്ട് ഞാൻ ചെയ്തല്ലേ, അതൊന്നും കുഴപ്പമില്ല, ചേച്ചിക്ക് പറ്റും. അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് ഭയങ്കര പേടിയാന്ന് പറയാ. അതിനെന്താ കുഴപ്പം, അകത്തേക്ക് കയറി ചെല്ലാൻ പറയണം. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ വരാന്ന് പറയണം. അതിനെന്താ ചേച്ചി തന്നെ കയറി പോയില്ലെന്ന് ചോദിക്കാം. ശ്രീകാന്തിനെ കുറച്ച് സമയം തന്നെ കിട്ടൂലോ എന്നുള്ള ചിന്ത കൊണ്ടാണ് വർഷ രേവതിയോട് തന്നെ കയറി പൊക്കളാൻ പറഞ്ഞു. പക്ഷെ ശ്രീകാന്ത് രേവതിയുടെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അങ്ങനെ അകത്ത് കയറി ചെന്നപ്പോ സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു, വാ ഇരിക്കാൻ പറയണം. പിന്നെ ഡയലോഗ് ഒക്കെ പറഞ്ഞു കൊടുക്കുവാണ്.
അപ്പൊ രേവതി ചോദിച്ചു ഈ ഡയലോഗാണോ ചോദിക്കണം. അതെ. അല്ല അന്നത്തെപ്പോൾ ഞാനെടുത്തു അന്നത്തെപ്പോൾ തന്നെയായിരിക്കുന്നേ. അന്നത്തെപ്പോലെ ഡയലോഗല്ല, ഇത് ഇത്തിരി വ്യത്യാസമുള്ള ഡയലോഗാന്ന് പറയണം. ശരിയെന്ന് പറയണം. ഈ സമയം ശ്രീകാന്ത് അവിടെ ഇരുന്നു, പുറത്തേക്ക് വന്നേയില്ല. പെട്ടെന്ന് സൗണ്ട് എഞ്ചിനീയറുടെ ഫോണിലേക്ക് വർഷം വിളിച്ചിട്ട് പറഞ്ഞതേ അവിടെ ഇരിക്കാൻ ശ്രീകാന്തിനോട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയാമെന്ന് ചോദിക്കുക. ഈ സമയം അയാൾ പറഞ്ഞതേ ശ്രീകാന്തിനെ പുറത്തേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറയണം. ശ്രീകാന്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഏട്ടത്തെയാണെങ്കിൽ ഡബ്ബി കഴിഞ്ഞിട്ട് കയറി പോവുകയും ചെയ്തു. ഇനി അവിടെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങി വരിക. ഈ സമയം ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് വർഷം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വർഷം ചോദിച്ചു, ഓഹോ അപ്പൊ എന്നെ മനഃപൂർവ്വം ചീറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ശ്രീകാന്ത് ചോദിച്ചു, ഞാനെന്ത് ചീറ്റ് ചെയ്യുന്ന? ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം ഇതുവരെ ആയിട്ട് എന്നോടൊന്നും നേരെ ചൊവ്വേ സംസാരിച്ചിട്ടുണ്ടോ? എന്താ ശ്രീകാന്ത് ഇത്? ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് തുറന്നു പറയണം. ഇതൊരുമാതിരി എന്നെ കണ്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാനിങ്ങനെ ശ്രീകാന്തിന് ചുമ്മാ ഇങ്ങനെ ചുറ്റി നടക്കുന്നൊരു പെണ്ണാന്ന് തോന്നുന്നുണ്ടോ? അതോ ശ്രീകാന്തിനോടുള്ള ഇഷ്ടം മൂത്ത് ഞാനിങ്ങനെ പ്രാന്ത് പിടിച്ച് നടക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? എന്താ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നേ? എനിക്കൊരു ജോലിയും കുലിയില്ലാന്ന് നടക്കുവാന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ വാദോരാ ശ്രീകാന്തിനെ ചീത്ത പറയണം. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പിന്നെ ദേഷ്യപ്പെടാതെ അന്ന് ഞാൻ ഇഷ്ടമാന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ചിട്ട് പോലും ശ്രീകാന്ത് ഒന്നും ഫോൺ എടുത്തിട്ടില്ല. ഇതിന് മാത്രം എന്നോട് കാണിക്കാൻ ഞാൻ എന്ത് തെറ്റാ ശ്രീകാന്തിനോട് ചെയ്തേ? എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞു. ഇനിയിപ്പോ ശ്രീകാന്തിന് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലാന്ന് പറ, ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്ന് പറ, എന്താണല്ലോ എനിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞോണ്ട് വർഷം പെട്ടെന്ന് അങ്ങോട്ട് റേസ് ആകണം. ഇതാണ് ശ്രീകാന്ത് പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടമാന്ന് പറയണം. ഇത് കേട്ടോ ശ്രീകാന്ത് വർഷം ഒരു നിമിഷം ഞെട്ടി. എന്താ പറഞ്ഞേ? എനിക്ക് ഇഷ്ടമാന്ന് പറയണം. വർഷയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായി. പെട്ടെന്ന് വർഷം ഓടി വന്നിട്ട് ശ്രീകാന്തിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കണം. നീ പിന്നെ ഇത് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ കരുതി ശ്രീകാന്ത് തന്നെ നേരത്തെ തന്നെ പ്രപ്പോസ് ചെയ്യുന്ന വിചാരിച്ചാൽ ഞാൻ ഇത്ര നാളെ വെയിറ്റ് ചെയ്തെന്ന് പറയണം. ശ്രീകാന്ത് പറഞ്ഞു, അതെ ഇപ്പോഴല്ലേ നീ ആരാ എന്താന്നൊക്കെ അറിഞ്ഞിരുന്നേ. പക്ഷെ ഇതിനു മുമ്പ് നിന്നെ ആദ്യം കണ്ടതിന് ശേഷം എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ എങ്കിൽ ആ ഇഷ്ടം എന്റെ മനസ്സിൽ തന്നെയായിരുന്നു. പക്ഷെ അതിന് ശേഷമല്ലേ നിന്റെ അച്ഛൻ ആരാ എന്നൊക്കെ അറിഞ്ഞ്. പിന്നീട് നമ്മുടെ അച്ഛന്മാർ തമ്മിലുള്ള പ്രശ്നം അതൊക്കെ വലിയ ഇഷ്യൂ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും മിണ്ടാതിരുന്നേ. എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്. പക്ഷെങ്കിൽ അറിയാലോ, രണ്ട് വീട്ടുകാരും തമ്മിലുള്ള ആ ഒരു പൊരുത്തക്കേട് ഒരിക്കലും ഇത് ശാശ്വതമാവെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് വർഷം പറഞ്ഞ, അതിനെക്കുറിച്ചൊന്നും ശ്രീകാന്ത് ആലോചിക്കണ്ട. അറിയാലോ, അതിനെക്കുറിച്ച് ഒരു ടെൻഷനേ വേണ്ട. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാ. എനിക്ക് ഇപ്പൊ അറിയേണ്ട എന്നെ ഇഷ്ടമാണെന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. ഇത് കേട്ട ശ്രീകാന്തിന് ഇഷ്ടമാ, ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞ വർഷയുടെ പോയി ഐ ലവ് യു എന്ന് പറയാണ്. ഇത് കേട്ടതും വർഷം ഓടി വന്ന് കെട്ടിപ്പിടിക്കുക ശ്രീകാന്തിനെ. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, വിട് ദൈവമേ, ഏട്ടത്തി എങ്ങാനും ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ഏട്ടത്തി ഇങ്ങോട്ട് വന്നു, ഏട്ടത്തി ഇപ്പൊ വരാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു കെട്ടിപ്പിടിക്കുക. പിന്നീട് ശ്രീകാന്തൻ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവരവരുടെ പ്രണയങ്ങൾ തുറന്നു പറയാണ്. പിന്നീട് ശ്രുതി വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ് ജോലി കഴിഞ്ഞ്. ഈ സമയം ശ്രുതി മുറിയിലുണ്ടായിരുന്നു. പെട്ടെന്ന് ശ്രുതി ചോദിച്ചു, എന്ത് പറ്റി? മുഖം എല്ലാം വല്ലാതിരിക്കണേന്ന് ചോദിക്കുക. നല്ല തലവേദനയുണ്ട്, ഇന്ന് കസ്റ്റമേഴ്സ് കൂടുതലുണ്ടായിരുന്നു പറയാം. ആണോ, അന്ന് ഒരു ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അല്ല ശ്രുതിക്ക് ചായ എടുക്കാൻ അറിയോ? അല്ല രേവതിയോട് പറയാം, അവളവിടെ ഉണ്ടല്ലോ എന്ന് പറയണം. എന്റെ പൊന്നോ വേണ്ട, അവളെ കൊണ്ട് ചായ എടുപ്പിക്കണ്ട. എന്നിട്ട് വേണം ഇതെങ്ങാനും കണ്ടുകൊണ്ട് സച്ച് വന്നിട്ട് എന്റെ ഭാര്യനെ കൊണ്ട് ജോലി ചെയ്യിക്കുവാന്ന് ചോദിച്ച് വഴക്ക് പറയാനായിട്ട്. അതിനേക്കാളും പേര് ചായ കുടിക്കാതിരിക്കുന്നത് നല്ലതെന്ന് പറയാം. ഈ സമയത്ത് ശ്രുതി വെച്ചു, എന്റെ മുഖം വല്ലാതിരിക്കണേന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞല്ലോ നല്ല ക്ഷീണമുണ്ട്, നല്ല തലവേദന എടുക്കുന്നുണ്ടെന്ന് പറയണം. അന്ന് എവിടെ ഇരിക്കാം, ഞാൻ തലേന്ന് മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് തലേക്കിന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ശ്രുതി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. പിന്നീട് പെട്ടെന്ന് തന്നെ ശ്രുതി പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എന്താ? അല്ല അത് പിന്നെ ടിക്കറ്റ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്, അടുത്ത ആഴ്ചയാന്ന് പറയണം. അടുത്ത ആഴ്ച? കൊള്ളാലോ. അതെ ടിക്കറ്റ് ഓക്കെ ആയി, അടുത്ത ആഴ്ച. അപ്പൊ ലീവ് എടുക്കണമെന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു. എന്നാലും ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ, ഇത്ര പെട്ടെന്ന് ശ്രുതി പോയി ടിക്കറ്റ് ഒക്കെ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷയില്ലെന്ന് പറയാം. ശ്രുതി പറഞ്ഞു, എല്ലാം ഓക്കെ ആയി. അത് മാത്രമല്ല ദേ ബാക്കി പൈസ, സാലറി കിട്ടിയാലും ബാക്കി പൈസ എന്ന് പറഞ്ഞിട്ട് പൈസ എടുത്ത് അങ്ങോട്ട് കൊടുക്കുവാണ്. അതെല്ലാം ചന്ദ്രമതിയുടെ പൈസ അലമാരിക്കാന്ന് എടുത്താന്നുള്ള കാര്യം അറിയില്ല. കാരണം രവീന്ദ്രന്റെ പെൻഷൻ തുകയാണെന്നും അറിയത്തില്ലാതെയാണ് ശ്രുതി ആ പൈസ വാങ്ങുന്നത്. ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. എന്നാലും ഇത്ര മാറ്റം ഉണ്ടാകാൻ ഞാൻ കരുതില്ല എന്ന് പറയാണ്. പെട്ടെന്ന് ശ്രുതി വെച്ചു, എന്താന്ന് ചോദിക്കണം. അല്ല ഇങ്ങനെയൊക്കെ തന്നേ, ആദ്യമായിട്ട് ശമ്പളം കിട്ടിയിട്ട് അത് എന്റെ കൈ കൊണ്ട് തരുമെന്നും, അല്ലെങ്കിൽ ശ്രുതി ഇത്രയും നാളെ ജോലി ചെയ്ത് ഒരു മാസത്തെ ശമ്പളമെങ്കിലും അവിടെ നിന്ന് മേടിച്ചല്ലോ. ഞാൻ കരുതിയത് അവിടെ ജോലി ചെയ്ത് ഒരു 8-10 ദിവസമായി കഴിയുമ്പോഴത്തേനും അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ച് ഇറങ്ങുമെന്ന് ഓർത്തെ. പക്ഷെങ്കിൽ അങ്ങനെയൊന്നും അല്ലല്ലോ, എനിക്കിപ്പോ സമാധാനമായി, ഇനി എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണേ. ഇത് കേട്ട ശ്രുതിയുടെ ഉള്ളൊന്ന് കാളി. ദൈവമേ, താൻ ചെയ്ത പണി എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. പക്ഷെ അത് പുറത്തു പറയാൻ പറ്റില്ലല്ലോ. ഈ സമയം ശ്രുതി പറഞ്ഞു, അതെ അടുത്ത ആഴ്ചയ്ക്കുള്ള തയ്യാറെടുപ്പ് നമുക്ക് നേരത്തെ തന്നെ തുടങ്ങിയേക്കാന്ന് പറയണം. ശരി കുഴപ്പമില്ല എന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്രമതി എന്ത് ചെയ്യണം, മുറിയിലേക്ക് കയറി ചെല്ലുക. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിക്കഴിയുമ്പത്തേനും പലിശക്കാരൻ വിളിക്കുന്ന പലിശയുടെ കാര്യം പറയാനായിട്ട്. പലിശ കൊടുക്കുന്ന ഡേറ്റ് ആയി.
ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അതെ പലിശ ഇന്ന് തന്നെ തന്നേക്കാം, മുഴുവൻ തുകയും തീർത്തങ്ങ് തന്നേക്കാന്ന് പറയണം. പെൻഷൻ തുക ഇരിപ്പുണ്ടല്ലോ, അപ്പൊ ആ തുക എടുത്ത് കൊടുക്കാന്നുള്ള രീതി ചന്ദ്രമതി ഇന്ന് അലമാരി തുറന്നു നോക്കുവാണ്. അലമാരി തുറന്നു നോക്കി കഴിയുമ്പോഴത്തേനും പൈസ ഇല്ല അതിനകത്ത്. അവിടെ എല്ലാം നോക്കി, ഒരിടത്തും കാണുന്നില്ല. താൻ ഇവിടെയാണല്ലോ കൊണ്ടുവന്ന് വെച്ചേ, ഇത് പിന്നെ എവിടെ പോയി എന്നൊരു ടെൻഷനായിരുന്നു. പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ സമയത്ത് സുധി അങ്ങോട്ട് വന്നു. സുധിയോട് ചോദിച്ചു, അല്ല നീ മുറിക്കാത്ത കയറിയാലും ചോദിക്കും. ഇല്ലമ്മേ, എന്താമ്മേ? അല്ല ഞാൻ അതിനകത്ത് വെച്ച് പൈസ കണ്ടില്ല, നീ എങ്ങനെ എടുത്താലും ചോദിക്കുക. പൈസ? ഏത് പൈസ? ഞാൻ എടുത്തില്ല എന്ന് പറയണ. ആ സമയം രവീന്ദ്രൻ വന്നു. രവീന്ദ്രനോട് ചോദിച്ചു, നിങ്ങൾ പൈസ എടുത്താലും ചോദിക്കുക. ഏത് പൈസയാ? അല്ല നിങ്ങൾ പെൻഷൻ തുക കൊണ്ട് തന്നെ. ചന്ദ്രൻ, ഞാൻ നിന്റെ കയ്യിലല്ലേ തന്നേ, പിന്നെ ഞാൻ എന്തിനാ എടുക്കണേ? അല്ലെങ്കിൽ നിന്നോട് ചോദിക്കാൻ ഞാൻ എന്തെങ്കിലും എടുക്കാറുണ്ടോന്ന് ചോദിക്കുക. അത് ശരിയാണല്ലോ, ഒരു ഐഡിയയും കിട്ടിയില്ല. ഈ സമയത്ത് രേവതിയും കൂടെ വന്നു. രേവതിയോടും ചോദിച്ചു. രേവതി പറഞ്ഞു, ഇല്ലമ്മേ ഞങ്ങൾ എടുത്തില്ല എന്ന് പറയണ. നീ ഇന്നലെ മുറി അടിച്ചു വരാനെങ്കിലും കയറിയായിരുന്നോ? ഇല്ല, ഞാൻ മുറി കയറുന്ന അടിച്ചു വാരിയില്ല, അമ്മ തന്നെ അടിച്ചോളാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ കേറിയില്ല എന്ന് പറയണം. അങ്ങനെ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പൈസ ഇത് എവിടെ പോയി? സുധിയുടെ ഉള്ളിൽ ഒരു ചങ്കടിപ്പുണ്ട്. പക്ഷെ സുധി ഞാനൊന്നും അറിഞ്ഞില്ല, രാമനാരായണ എന്ന മട്ടിലാണ് സുധിയുടെ നിപ്പ്. പെട്ടെന്ന് സച്ചിയും കൂടെ അങ്ങോട്ട് വന്നു. അല്ല സച്ചിയോടും ചോദിച്ചപ്പോ സച്ചിക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു. ഈ സമയം ചന്ദ്രമതി, അന്നാ എനിക്കറിയാം ഇതാരാ എടുത്തേന്നുള്ളത്. അവനായിരിക്കും ആ ശരത്ത്. ഇവളിന്ന് ശരത്തിന്റെ ആ പൈസ എടുത്ത് കൊടുത്തു വിട്ടു, അതാ സംഭവിച്ച. അതിന് വേണ്ടി ഇന്ന് അവനിവിടെ വന്നേന്ന് പറയണം. ഇത് കേട്ടത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ രേവതി ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല അത്. കാരണം ശരത്ത് ഇവിടെ വന്നെന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ അവൻ ബൈക്ക് മോഷ്ടിച്ച കേസിൽ മാപ്പ് പറയാൻ വേണ്ടി വന്നാ. പക്ഷേങ്കിൽ ഇപ്പൊ എന്തൊക്കെയാ പറയണേ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രേവതി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ. ഇനിയിപ്പോ സച്ചി പഞ്ഞിക്കിടുന്നുണ്ട് സുധീയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.